ഇന്നലെ പകൽ മുഴുവൻ ആശങ്കയിലായിരുന്നു ആ പ്രദേശവാസികളൊക്കെ ഉണ്ടായിരുന്നത്. ഇന്നത് ആരെയും വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയായി പുറത്തു വരികയും ചെയ്തു. ആന ചെരിഞ്ഞതിൽ വേദന പങ്കുവയ്ക്കുകയാണ് മാനന്തവാടിക്കാർ. തണ്ണീർക്കൊമ്പൻ സുരക്ഷിതനായിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പ്രതീക്ഷകൾക്ക് വിരാമമിട്ടാണ് ഒടുവിൽ ദുരന്ത വാർത്ത എത്തിയത്. അയ്യോ, അതൊരു ഭയങ്കര സങ്കടമായിപ്പോയി അറിഞ്ഞപ്പോൾ മുതൽ. അതിർത്തി കടന്ന് മാനന്തവാടിയിൽ എത്തിയപ്പോഴും തണ്ണീർ തന്റെ ശാന്തപ്രകൃതി കൈവിട്ടിരുന്നില്ല. ഇന്നലെ തന്നെ അതിൻ്റെ ആരോഗ്യനില മോശമായിരുന്നു. പക്ഷേ ഈ വാർത്ത നമുക്കൊന്നും പറയാനില്ല. 10-15 മണിക്കൂർ ഞങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. കൊമ്പൻ നശിപ്പിച്ച വാഴ വീണ്ടും വെക്കാം, ജീവൻ തിരികെ കിട്ടില്ലോ എന്ന് ചോദിക്കുന്ന കർഷകരുമുണ്ട്. കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. എങ്കിലും അവനോട് ഇപ്പോൾ ഈ ഒരു അവസ്ഥ അറിഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ അവനെപ്പറ്റി ദുഃഖിച്ചു തന്നെയെന്നല്ല ഇപ്പോൾ കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടിട്ട്. കൊമ്പന് മറ്റൊരു താവളം ഒരുക്കണമെന്ന് ആഗ്രഹിച്ചപ്പോഴും വേർപാട് മുറിവാവുകയാണ്. വയനാട്.